ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തുവെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയ സംഭവ വിപുലമായ ഒരു ജേണിയെ പറ്റിയായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ മിക്കവാറും ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ, ഒരിക്കൽ ഈ കൈ നിറച്ച് ഞാൻ കാശ് മേടിച്ചുകൊണ്ടിരുന്ന കൈ ശൂന്യമായല്ലോ. ദൈവമേ, എന്തിനീ എനിക്കങ്ങനൊരു ഒരു സമയം എനിക്കുണ്ടാകുമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ. എന്ന് എല്ലാവരും എത്ര നാൾ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ കാശ് കൊണ്ട് ജീവിക്കും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴുണ്ടല്ലോ, അപ്പോൾ ഞാനിങ്ങനെ മൊബൈലിനകത്ത് സെർച്ചും ചെയ്യും കേട്ടോ. വീട്ടിലിരുന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ, എനിക്ക് വരുന്നതെല്ലാം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള യൂട്യൂബ് എന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ യൂട്യൂബിലാണല്ലോ സെർച്ച് ചെയ്യുന്നത്. അത് എനിക്ക് വരുന്നത് മുഴുവനും ഒന്നെങ്കിൽ ഗാർഡനിങ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗ്, അല്ലെങ്കിൽ കുക്കിങ്, ഇതൊക്കെയാണ് വരുന്നത്. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ട്രാവലിംഗ് ഒക്കെ, വീടിന് പുറത്ത് പോകാൻ പറ്റാത്ത ഞാനങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വശമില്ലാത്ത കാര്യമാണ്. കുക്കിംഗ് ഒന്നും എനിക്ക് നന്നായിട്ട് അറിയില്ല. പിന്നെ എന്തൊക്കെയോ വെച്ച് എല്ലാവർക്കും കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ, എല്ലാവരും കഴിക്കുന്നു. ഗാർഡനിങ്ങും അതും ചെയ്യാം. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നവർ ഗാർഡനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കെട്ടിപ്പറക്കിക്കൊണ്ട് പോകണ്ടേ. അതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ആ കാര്യം ഒന്ന് വിട്ട് കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് തന്നെ എന്നെ കാണിച്ചു തന്നു ഈ ഡെയിലി മൈ ലൈഫ് ചെയ്യുന്ന സ്ത്രീകളുടെ ഡെയിലി മൈ ലൈഫിൻ്റെ ഇതൊക്കെ വീഡിയോകളൊക്കെ പിന്നെ എന്നെ ഞാൻ ആദ്യം എന്നെ കാണിച്ച് പിന്നെ ഞാനത് കാണാൻ തുടങ്ങി. കണ്ടപ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസം വന്നു കേട്ടോ. ഡെയിലി ലൈഫ് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ അപ്പോൾ പ്ലാനിങ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമെന്ന്. അപ്പോൾ എൻ്റെ മുമ്പിൽ വേറൊരു പ്രശ്നം, മൊബൈലില്ല എന്നുള്ള പ്രശ്നം. മൊബൈലെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒരു 6-8 വർഷമായി പഴക്കമുള്ള മൊബൈൽ. അതിനൊരു 3-4 പ്രാവശ്യം ഞാൻ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ മൊബൈൽ ശരിയാകത്തില്ല, കാരണം ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ വീട്ടിൽ വേറൊരു മൊബൈൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അമ്മയുടെ ഫോൺ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതേപോലെ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്ലാനുണ്ട്, അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു പുത്തനൊരു മൊബൈൽ മേടിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഒരുമിച്ചൊന്നും പൈസ തരണ്ട, 9,000 രൂപ തന്നാൽ മതി, 2 പ്രാവശ്യമായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അയ്യോ, ഇത് കേട്ട പാടെ അമ്മയാണെങ്കിൽ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു കേട്ടോ. വഴക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ചെവി പൊട്ടുമാറ് എന്നെ വഴക്ക് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിനക്കൊക്കെ എവിടെയെങ്കിലും ഇറങ്ങി ജോലിക്ക് പോകത്തില്ല, എത്ര വർഷമായി ഇങ്ങനെ വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാൾ മറ്റുള്ളവരുടെ ചിലവിന് ജീവിക്കും, 10-17 വർഷമായില്ലേ ഞാൻ നിനക്ക് ചിലവിന് നിനക്ക് ഞാൻ നിൻ്റെ കാര്യങ്ങളെല്ലാം ഇതാക്കി തരുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ. വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് അടുക്കളയിലിരുന്ന് കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അന്നത്തെ മൂഡ് ശരി അല്ലെന്ന് വിചാരിച്ച് ഞാനങ്ങ് ടെറസിൻ്റെ മണ്ടയിൽ പോയി കിടന്ന് ഒരു കട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ടെറസിൻ്റെ മണ്ടയിൽ പോയി കട്ടിലെ മാനത്തോട്ട് നോക്കി കിടന്ന് കുറേ കരഞ്ഞു കേട്ടോ. കരഞ്ഞ് ഞാൻ എൻ്റെ കരച്ചിൽ വാവിട്ടാണ് കരഞ്ഞു കേട്ടോ. എനിക്കൊന്ന് ഒരു 5-6 വർഷത്തിനിടയിൽ ഞാൻ അത്രയും വാവിട്ട് കരഞ്ഞ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഇത്ര കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോള് വന്ന് അവിടെ ചോദിച്ച്, എന്തിനാ കരയുന്നത്? നല്ല കരയണ്ട, പിന്നെ ഞങ്ങൾ പഠിച്ച് ചെറുതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് പൈസയൊക്കെ ആകുമ്പോൾ നല്ല മൊബൈൽ മേടിക്കാം, നല്ലൊരു സാരി മേടിക്കാം, നന്നായിട്ട് ഒരുങ്ങി നടക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കുറേ ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിൻ്റെ പൈസയല്ലേ, എൻ്റെ പൈസയല്ലല്ലോ, നിൻ്റെ പൈസയ്ക്ക് എപ്പോഴായാലും നിനക്ക് കണക്ക് കാണുകയല്ലേ, എൻ്റെ പൈസയ്ക്ക് എനിക്ക് ആളോട് കണക്ക് പറയേണ്ടതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കുറേ പങ്കര പറഞ്ഞിട്ട് ഞാനങ്ങ് ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോഴത്തേക്കിന് മൊബൈൽ എപ്പോഴും എല്ലാവരും ഇപ്പോൾ സന്തോഷാചാരിയെ പോലെ മൊബൈൽ കാണുമല്ലോ. അപ്പോൾ മൊബൈൽ ഞാൻ ഓപ്പണാക്കിയപ്പോൾ ആദ്യം തന്നെ നല്ല സുന്ദരിയായ ഒരു സുന്ദരി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഞാനിങ്ങനെ അപ്പോൾ തമ്പനയിൽ വായിച്ച് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്ന യൂട്യൂബ് നിങ്ങൾക്കൊരു വരുമാന മാർഗമാണോ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതങ്ങ് അടച്ചു വെച്ചോ, ഇത് എത്ര നാളായി കാണാൻ തുടങ്ങുന്നത്, എന്നും കാണുന്ന പോലൊക്കെ ഉള്ളെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് മൊബൈൽ ഓഫാക്കിയിട്ട് പിന്നെയും കിടന്നു. പിന്നെ ഞാൻ ഓർത്ത്
നല്ല സുന്ദരിയായ ഒരു പെണ്ണ്, എന്താ ഇവള് പറയുന്നതെന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മൊബൈൽ ഓപ്പൺ ആക്കി നോക്കി കേട്ടോ. അങ്ങനെ ഞാൻ ഈ കൊച്ചു പറയുന്നതെല്ലാം ഞാൻ കേട്ട് കേട്ടോ. ആരാണെന്നറിയാമോ? ക്രിസ്റ്റൽ ബൈ സാറാന്ന് പറഞ്ഞ ചാനലിലുള്ള സാറയാണ് പറയുന്നത്. അപ്പോൾ സാറയുടെ സംസാരത്തിൽ ഞാൻ ഭയങ്കരമായിട്ടങ്ങ് ആകർഷിച്ചു കേട്ടോ. അത്രയ്ക്ക് ലളിതമായ രീതിയിൽ അവളെല്ലാം അതിലെല്ലാ കാര്യങ്ങളും പറയുന്നത്. സാധാരണ ഒരു വീട്ടമ്മയ്ക്കും ഏതൊരു വീട്ടമ്മയ്ക്കും ചാനൽ തുടങ്ങാം. നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 9-ലോ 10-ലോ 11-ലോ പഠിക്കുന്ന കുട്ടികൾ കാണുമല്ലോ. ഇപ്പോഴുള്ള കുട്ടികൾക്കെല്ലാം മൊബൈലിൽ എല്ലാ കാര്യങ്ങളും അറിയാം. അവർ കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ ഇവർ ഒത്തിരി വളരെ ലളിതമായ രീതിയിൽ ഏതൊരു സാധാരണ ഒരു പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീക്ക് പോലും മനസ്സിലാകുന്ന വളരെ ലളിതമായ രീതിയിലായിട്ടോ സാറയുടെ ആ സംസാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുമായാലും രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് ഉള്ള മൊബൈലും വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ചാനൽ തുടങ്ങാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു കേട്ടോ. പിന്നെ അപ്പോൾ വേറൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലൊരു മൊബൈൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്തെന്നാൽ അതും ഡിസ്പ്ലേ പോയി കിടക്കുമായിരുന്നു കേട്ടോ. അത് പിള്ളേരെന്നോട് പറഞ്ഞ് ആ മൊബൈലിനകത്ത് എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇനി എന്തോ ചെയ്യും, ആ ഡിസ്പ്ലേ ഇടണമെങ്കിൽ പൈസ വേണ്ടേ, ഡിസ്പ്ലേക്ക് എങ്ങനെ പോലും 1000 രൂപ വേണം ചേഞ്ച് ആക്കണമെങ്കിൽ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ ഒരു അനിയത്തിയുണ്ട്, അമ്മമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മമ്മ ഇതേപോലെ എനിക്കിങ്ങനെയൊക്കെ ഒരു ചാനൽ തുടങ്ങാൻ അമ്മമ്മ എനിക്ക് ഒരു 2000 രൂപ തരാമോ മൊബൈൽ ശരിയാക്കാനെന്ന് പറഞ്ഞ് അമ്മമ്മയോട് പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പേ അമ്മമ്മ ഇതേപോലെ അമ്മ എന്നോട് എന്നെ വഴക്ക് പറഞ്ഞ് അതിൻ്റെ ഡബിൾ സ്ട്രോങ് ആയിട്ട് അമ്മമ്മ എന്നോട് വഴക്ക് പറഞ്ഞു. നിനക്കൊക്കെ എത്ര നാളിങ്ങനെ മറ്റുള്ളവരുടെ ഇരവം മേടിച്ച് ജീവിക്കും, നല്ല പ്രായമല്ലേ, പിള്ളേരൊക്കെ വലുതായില്ലേ, എവിടെയെങ്കിലും ഇറങ്ങി ജോലിക്ക് പോകരുത്, കുറേ അതായത് എന്നെല്ലാം പറഞ്ഞ് എനിക്കല്ലേ അറിയുള്ളൂ എനിക്ക് വീടിന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ എൻ്റെ. അങ്ങനെ വഴക്കെല്ലാം കേട്ട് പിന്നെ ഞാൻ പിന്നെയും കരഞ്ഞു കേട്ടോ. കരഞ്ഞൊക്കെ കഴിഞ്ഞ് അപ്പോൾ അമ്മമ്മ എന്നെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ 2000 രൂപ വെച്ചിട്ട് എനിക്ക് 1500 രൂപ കിട്ടുന്നു കേട്ടോ. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായേ. ഞാൻ ആ പൈസ കൊണ്ട് മൊബൈൽ കടയിൽ പോയി ആ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ശരിയാക്കി. ബാക്കി 500 രൂപ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന BSNLൻ്റെ 2GB സിമ്മായിരുന്നു. പിന്നെ ഞാനൊരു ജിയോയുടെ ഒരു സിമ്മും മേടിച്ച് 300 രൂപയ്ക്ക്. പിന്നെ ബാക്കി എൻ്റെ കയ്യിൽ 200 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷവതിയായി. രണ്ടും കൽപ്പിച്ച് ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ പിള്ളേർ എനിക്ക് തന്നു. മാർച്ച് 12-ാം തീയതി ആയപ്പോൾ 12-ാം തീയതിക്ക് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്ത് 13-ാം തീയതി മുതൽ ഞാൻ വീഡിയോ ഇട്ടു കേട്ടോ. വീഡിയോ ഇട്ട് ആദ്യത്തെ വീഡിയോയ്ക്ക് തന്നെ എനിക്ക് 500 വ്യൂസും 3-4-5 പേര് എന്നെ സബ്ബും ചെയ്തതാണ്. അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി കേട്ടോ. സന്തോഷമായി. അത് കഴിഞ്ഞ് ഈ നിമിഷം വരെ എനിക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ടതായിട്ടേ വന്നിട്ടില്ല. എന്താണെന്നറിയാമോ? അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞാനൊരൊറ്റ കുഞ്ഞുങ്ങളോടും എൻ്റെ വീട്ടുകാരോടോ ബന്ധുക്കാരോടോ സ്വന്തക്കാരോടോ ഒരൊറ്റ കുഞ്ഞുങ്ങളോട് എന്നെ സബ് ചെയ്യണമെന്നോ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നോ എന്നെ ഷെയർ ചെയ്യണമെന്നോ യാതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ മുഖ്യ കാരണം ഇത് തന്നെയാണ്. ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നു, പബ്ലിഷ് ചെയ്യുന്നു, പബ്ലിക് എന്നെ കാണുന്നു, എന്നെ ഇഷ്ടമുള്ളവർ സബ് ചെയ്യുന്നു, വീഡിയോ കാണുന്നു. അങ്ങനെ എൻ്റെ ചാനൽ ഗ്രോത്ത് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറയുന്നതിൻ്റെ അടുത്ത് ആരെങ്കിലും ചാനൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത്, ആരോട് സബ് ചെയ്യാൻ പറയരുത്, ആരോടും നിങ്ങളുടെ ചാനൽ കാണാനും പറയണ്ട. നിങ്ങൾ വീഡിയോ ഇടുന്നു, പബ്ലിഷ് ചെയ്യുന്നു, പബ്ലിക്കിനോട് പറയുക നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണാമോ എന്നൊക്കെ അവരോട് പറഞ്ഞാൽ മതി. അവർ നിങ്ങളുടെ കാര്യങ്ങൾ പിന്നെ ഏറ്റെടുത്തോളും കേട്ടോ. എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. എന്നെ കാണുന്നവരെന്നെ ഏറ്റെടുത്തു. എൻ്റെ ചാനൽ ഇത്രയും വിജയിപ്പിച്ച് 2 മാസവും 13 ദിവസമേ ഉള്ളൂ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. 2 മാസം 13 ദിവസമായപ്പോഴത്തേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബല്ല മോണിറ്റൈസേഷനായി. അതിൻ്റെ പുറകിൽ എൻ്റെ വിജയത്തിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല മനസ്സും നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പും
ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വേറൊരാളോടും ചാനൽ തുടങ്ങിയ കാര്യമൊന്നും പറയാതെ പബ്ലിക് മാത്രം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ ഇത്ര പെട്ടെന്ന് എനിക്ക് മോനിറ്റ്. അതിൻ്റെ കൂടെ എൻ്റെ ഒരു വീഡിയോ വൈറലും ആയല്ലോ. അതൊക്കെ കാരണം എൻ്റെ ചാനൽ ഇത്ര പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആകാൻ പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അങ്ങനെ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. മിനിഞ്ഞാന്ന് എൻ്റെ ചാനൽ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് വാച്ച് അവറെല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ പിന്നെ എനിക്കൊന്നും അറിയില്ലല്ലോ ഇതെന്തോ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ J4 ടെക്കിൻ്റെ ജിജോയെ വിളിച്ച്. അപ്പോൾ ജിജോയുടെ നമ്പറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ J4 ടെക് ജിജോയോട് ഞാൻ പറഞ്ഞു, ജിജോ ഇതേപോലെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി എനിക്ക് ഇതെല്ലാം ചെയ്തു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ജിജോയെ കോൺടാക്ട് ചെയ്ത് ജിജോയെ എൻ്റെ ചാനലെല്ലാം മോണിറ്റൈസേഷൻ ചെയ്തു തന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മോണിറ്റൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിജോയെ നിങ്ങൾ സമീപിക്കണം കേട്ടോ. J4 ടെക് എന്നുള്ള ചാനൽ കണ്ടാൽ മതി, അതിൽ അവൻ്റെ നമ്പറെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉച്ചയായപ്പോൾ എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി. പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോഴത്തേക്കിനും എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. അധികം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, 62 വീഡിയോ ഉള്ളായിരുന്നു. അങ്ങനെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കണ്ട് എന്നെ സബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോസ് കാണണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം. ഇനി എനിക്ക് അങ്ങനെ എൻ്റെ ചാനലിൽ ഇന്ന് മുതൽ ഡോളർ കയറാനും തുടങ്ങി. ഇനി എനിക്ക് സന്തോഷമുണ്ടല്ലോ. എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് ഇനി ആരുടെ മുമ്പിൽ പൈസയ്ക്ക് വേണ്ടി ഇറക്കണ്ടല്ലോ. എനിക്ക് ഇങ്ങേയറ്റം ഒരു നെറ്റ് റീചാർജ് ചെയ്യണമെങ്കിൽ പോലും മറ്റുള്ളവരോട് ഇറക്കേണ്ട അവസ്ഥയായിരുന്നുണ്ട്. അതൊക്കെ മാറി ഇനിയും എനിക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അതിനെല്ലാം കാരണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും എൻ്റെ ബൈ.